ഓണക്കാലത്തോടനുബന്ധിച്ച് ഇടുക്കി ഡാം സന്ദർശകർക്കായി തുറന്നു നൽകിയിരിക്കുകയാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് സഞ്ചാരികളുടെ തിരക്കാണ് ഇടുക്കി ഡാമിൽ. എന്നാൽ ഡാമിലൂടെയുള്ള കാൽനട യാത്ര നിരോധിച്ചതും ടിക്കറ്റ് ഓൺലൈനാക്കിയതും സന്ദർശകരുടെ എണ്ണം നിയന്ത്രിച്ചതുമെല്ലാം സഞ്ചാരികളെ ദുരിതത്തിലാക്കി. ഓണം അവധി ആഘോഷങ്ങളോടനുബന്ധിച്ച് കഴിഞ്ഞ 5-ാം തീയതിയാണ് ഇടുക്കി ഡാം സഞ്ചാരികൾക്കായി തുറന്നു നൽകിയത്. ചെറുതോണി ഡാമിന് മുകളിലൂടെ വൈശാലി ഗുഹയും കടന്ന് ആർച്ച് ഡാമും കണ്ട് സഞ്ചാരികൾക്ക് മടങ്ങാം. ബങ്കി കാറുകളിൽ മാത്രമേ യാത്ര അനുവദിക്കൂ. മുൻ വർഷങ്ങളിൽ കാൽനടയായും സഞ്ചാരികൾക്ക് പോകാൻ കഴിയുമായിരുന്നു. ഈ സമയം സഞ്ചാരികളിൽ ഒരാൾ ഡാമിലെ 11 സ്ഥലങ്ങളിൽ താഴിട്ട് പൂട്ടിയതോടെയാണ് ഇത്തവണ പോലീസ് കാൽനടയാത്ര പൂർണ്ണമായും വിലക്കിയത്. ഡാം സന്ദർശിക്കാൻ മുതിർന്നവർക്ക് 150ഉം കുട്ടികൾക്ക് 100 രൂപയുമാണ് ചാർജ്. ഹൈഡൽ ടൂറിസം വിഭാഗത്തിന്റെ വെബ്സൈറ്റിൽ സമയം ബുക്ക് ചെയ്ത് ഓൺലൈനായി പണമടക്കണം. ഡാമിലെ കാഴ്ചകൾ മികച്ച അനുഭവം തന്നെന്ന് സഞ്ചാരികൾ പറഞ്ഞു. വളരെ മികച്ച എക്സ്പീരിയൻസ് ആണ്. കാരണം പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്ഥലം, പ്രകൃതി ഭംഗി നിറഞ്ഞ്, പിന്നെ 3 ഡാമുകൾ ഏതൊക്കെയാണ്? ഒന്ന് നമ്മൾ വന്ന കുളമാവ് ഡാമും, ചെറുതോണി, പിന്നെ ഇടുക്കി ആർച്ച് ഡാം, പിന്നെ വൈശാലി കേവ്. ഇതെല്ലാം ദൂരെ നിന്ന് കാണാനേ പറ്റുള്ളൂ. പിന്നെ ആർച്ച് ഡാമിൻ്റെ മുകളിൽ കൂടി സഞ്ചരിക്കാൻ പറ്റിയില്ല. അതൊരു പോരായ്മയാണ്. എന്നാലും ഇപ്പോൾ മെയിൻ്റനൻസ് നടക്കുന്നതുകൊണ്ടാണെന്നാണ് അവർ പറഞ്ഞിരുന്നത്. അതുപോലെ ഫോട്ടോഗ്രാഫി ഒന്നും നടന്നില്ല. അതിൻ്റെ ഒരു വിഷമം ഉണ്ടെന്നാലും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. നല്ല, അതായത് വല്ലപ്പോഴും ഇതുപോലെ വന്ന് കുട്ടികളൊത്ത് വന്ന് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. പരമാവധി 816 പേർക്ക് മാത്രമാണ് ഒരു ദിവസം അണക്കെട്ട് കാണാൻ കഴിയുക. ടിക്കറ്റ് ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറിയതറിയാതെ ഡാം കാണാനെത്തി നിരാശരായി മടങ്ങിയ സഞ്ചാരികളുമുണ്ട്. ഞങ്ങൾ വളരെ ആഗ്രഹത്തോടുകൂടി ഡാം കാണാനായിട്ട് അണക്കരയിൽ നിന്ന് വരികയായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഓൺലൈൻ ബുക്കിംഗ് ആണെന്ന് അറിഞ്ഞ്, അതുകൊണ്ട് നിരാശപ്പെട്ട് ഞങ്ങൾ മടങ്ങിയാണ്. ഇനി 2 ദിവസം കഴിഞ്ഞ് ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വരാമെന്ന് ഓർത്തിരിക്കുന്നു. മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് കർശന പരിശോധനയ്ക്ക് ശേഷമാണ് ആളുകളെ പോലീസ് കടത്തിവിടുന്നത്. ക്യാമറ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളും ബാഗുകളുമൊന്നും കയ്യിൽ കൊണ്ടുപോകാൻ അനുവദിക്കില്ല. ജനം, ഇടുക്കി.